ഡോക്ടർ നിത്യ എധിനി ആയുർവേദ ഹോസ്പിറ്റലിലെ സ്ത്രീരോഗ വിഭാഗം മേധാവിയാണ്. പെയിൻഫുൾ പീരീഡ്സ് എന്താണ്? പെയിൻഫുൾ പീരീഡ്സ് ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലത്തിനുള്ളിൽ പല പ്രായങ്ങളിലായി പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പെയിൻഫുൾ പീരീഡ്സ് അഥവാ ആർത്തവ സമയത്തുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വയറുവേദന. നമുക്ക് എപ്പോഴാണ് ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയ്ക്ക് മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടി വരുന്നത്? കാരണം ഈ പ്രായത്തിലുള്ള ഒരു 90% ആൾക്കാരിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന. ഈ വയറുവേദന അല്ലെങ്കിൽ ഈ കഠിനമായ വയറുവേദന അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന രീതിയിലായാൽ, അതായത് വർക്കിംഗ് വുമൻസിന് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുന്ന രീതിയിൽ വയറുവേദന വരിക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു ഡോക്ടറെ കാണേണ്ടതായി വരുന്നത്. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയെ നമുക്ക് പ്രധാനമായി രണ്ടായി തരംതിരിക്കാം: പ്രൈമറി ഡിസ്മെനോറിയ, സെക്കൻഡറി ഡിസ്മെനോറിയ. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ചും ഒരു കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, അതായത് ഒരു അസുഖത്തിന് അനുബന്ധമായിട്ട് വരുന്നതായിരിക്കില്ല. ഇത് കൂടുതലായും കാണുന്നത് കൗമാരപ്രായക്കാരിൽ അഥവാ ടീനേജേഴ്സിലാണ്. അണ്ടോത്സർജനം അഥവാ ഓവുലേഷൻ പ്രോപ്പറായി നടക്കുന്ന സൈക്കിളിലാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഒരു നോർമൽ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ടാവുന്നത്. ഇത് ഒരുവിധം ഒരു 90% ടീനേജേഴ്സിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അസുഖത്തിന് അനുബന്ധമായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡറി ടു സം ഡിസീസ് ആയിട്ടാണ് വരുന്നത്. ഉദാഹരണമായി എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, പെൽവിക് ഇൻഫെക്ഷൻസ് തുടങ്ങി പല അസുഖങ്ങൾ കാരണവും വരുന്നതാണ്. പ്രൈമറി ഡിസ്മെനോറിയ ടീനേജേഴ്സിൽ കൺഫൈൻഡായി നമ്മൾ പറഞ്ഞു. അതേപോലെ സെക്കൻഡറി ഡിസ്മെനോറിയ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഒരു 30 വയസ്സിന് അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരിൽ, അതേപോലെ പ്രസവ ശേഷമുള്ള ആൾക്കാരിലൊക്കെയാണ്. സാധാരണയായി ഒരു നോർമൽ വജൈനൽ ഡെലിവറിക്ക് ശേഷം എപ്പോഴും ഈ വേദനയ്ക്ക് മിക്കവാറും ആൾക്കാരിൽ കുറവ് കാണാറുണ്ട്. ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന ഒട്ടുമിക്കവാറും ആൾക്കാരിൽ പ്രസവശേഷം തനിയെ ശമിക്കാറുണ്ട്. പക്ഷേ ഇത് ശമിക്കുകയും പിന്നീട് വീണ്ടും കാണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിർബന്ധമായും നമ്മളത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വന്നത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനുള്ളൊരു ചികിത്സയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെ തിരിച്ചറിയാം? പ്രൈമറി ഡിസ്മെനോറിയയും സെക്കൻഡറി ഡിസ്മെനോറിയയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അൾട്രാസോണോഗ്രാഫി പോലെയുള്ള അല്ലെങ്കിൽ സ്കാനിങ് പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമാണ്. പക്ഷേ ലക്ഷണങ്ങളിലൂടെ ഒരു പരിധിവരെ നമുക്കിതിനെ തിരിച്ചറിയാം. പ്രൈമറി ഡിസ്മെനോറിയ സാധാരണയായി തുടങ്ങുന്നത് ബ്ലീഡിങ് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്നതിൻ്റെ ഫ്യൂ അവേഴ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 48 മണിക്കൂറിനുള്ളിൽ തനിയെ സബ്സൈഡ് ആവും. എത്ര കഠിനമായ വയറുവേദനയാണെങ്കിലും ഈ ഒരു പീരീഡിലാണ് പ്രൈമറി ഡിസ്മെനോറിയ കാണുന്നത്. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ ആണെങ്കിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പേ തുടങ്ങാം. ത്രൂ ഔട്ട് ദ പീരീഡ്സ് അത് പെർസിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവാം. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും പെയിൻ പെർസിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന പെയിനാണ് സെക്കൻഡറി ഡിസ്മെനോറിയയിൽ കൂടുതലായി നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളിൽ ഒരു മാറ്റം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിർബന്ധമായും നമ്മളൊരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി എന്താണ് ഇതിന് പരിഹാരം? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പ്രൈമറി ഡിസ്മെനോറിയയ്ക്ക് പ്രത്യേകിച്ചും റീസൺസ് ഒന്നും ഇല്ല. ഉള്ളിലെല്ലാം, അതായത് ഉള്ളിലുള്ള പ്രോസസ്സുകളെല്ലാം നോർമലായി നടക്കുമ്പോൾ, അല്ലെങ്കിൽ അണ്ടോത്സർജനം അല്ലെങ്കിൽ ഓവുലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നോർമലായി നടക്കുന്ന സൈക്കിളിലാണ് പ്രധാനമായും പ്രൈമറി ഡിസ്മെനോറിയ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിഹാരമായിട്ട്, ആൻഡ് എസ്പെഷ്യലി ഇത് അഡോളസെൻ്റ് ഗേൾസിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിലാണ് കാണപ്പെടുന്നത്, ഇതിൻ്റെ പ്രധാന പരിഹാര മാർഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയെ നമ്മൾ കൃത്യമായിട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊരു നോർമൽ പ്രോസസ്സിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ടുണ്ടാവുന്ന വയറുവേദനയാണ്, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് 90% ആൾക്കാരിലും കണ്ടുവരുന്നൊരു കാര്യം മാത്രമാണ് ഇത് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് ഇതോടൊപ്പം തന്നെ പെയിൻ ത്രെഷോൾഡ് എന്ന് നമ്മൾ പറയും. അതായത് ചിലപ്പോൾ വേദന സഹിക്കാനുള്ളൊരു കഴിവ്, പെയിൻ ടോളറൻസ് ചിലപ്പോൾ കുറവായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഈ കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ അത് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. രണ്ടാമതായിട്ട്
നല്ല വ്യായാമം ഉറപ്പുവരുത്തുക, അതേപോലെ നന്നായി വെള്ളം കുടിക്കാൻ പറയാം. ഇപ്പോൾ ഉള്ള ഒരുവിധം കുട്ടികളിലൊന്നും നമ്മൾ വ്യായാമശീലം തീരെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള വ്യായാമം, നന്നായി വെള്ളം കുടിക്കുന്ന ഒരു ശീലവും കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഈ ഡിസ്മെനോറിയയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള പെയിനിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതോടൊപ്പം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രോപ്പർ ടൈമിൽ മലമൂത്ര വിസർജനം ചെയ്യുക എന്നുള്ളത്. അതായത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നവരെ അവർ ടോയ്ലറ്റ് യൂസ് ചെയ്യില്ല, സ്കൂളിലെ ടോയ്ലറ്റ് ഉപയോഗിക്കില്ല, കോളേജിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഉപയോഗിക്കില്ല. അപ്പം ഇത് ആയുർവേദ ശാസ്ത്രപ്രകാരം മാസമുറ സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ പീരീഡ്സ് സമയത്തുണ്ടാവുന്ന വയറുവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മലമൂത്ര വേഗാദികൾ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ്. പ്രോപ്പർ ഇവാക്വേഷൻ ഓഫ് ഫീസസ് ആൻഡ് യൂറിൻ അത് നമ്മൾ അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടൊപ്പം നല്ല ആഹാര രീതി, ആയുർവേദ ശാസ്ത്രപ്രകാരം വാദവൃദ്ധികരമായിട്ടുള്ള അല്ലെങ്കിൽ വാദദോഷത്തിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് ഡിസ്മെനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ പീരീഡ്സിൻ്റെ ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുകയും ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാര രീതിയിലേക്കും ലൈഫ് സ്റ്റൈലിലേക്കും തിരിച്ചു വരികയും ചെയ്യുക, ഇതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് ചില ഹോം റെമഡീസ്, ഉലുവ അതുപോലെ ജീരകം പോലെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ബെനിഫിഷ്യൽ ആവാറുണ്ട്. അതേപോലെ യോഗയിൽ പശ്ചിമോത്ഥാനാസനം, പാദഹസ്താസനം ഒക്കെ പോലെയുള്ള യോഗാസനസ്, പവനമുക്താസനം ഒക്കെ പോലെയുള്ള യോഗാസനാസ് ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഇതിന് ബെനിഫിഷ്യലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ചില കുട്ടികൾക്കെങ്കിലും വളരെ കഠിനമായിട്ടുള്ള വയറുവേദന പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പല റെമഡീസും നമ്മളിപ്പോൾ പറഞ്ഞു, അതുകൊണ്ടൊന്നും വയറുവേദന മാറാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഒരു 3 മാസ കാലയളവൊക്കെ എന്തായാലും മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആൻഡ് ചില അപൂർവ സന്ദർഭങ്ങളിൽ നമുക്ക് പഞ്ചകർമ്മ പോലെയുള്ള IP മാനേജ്മെൻറ്റും കൂടെ ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ഇതിലൂടെ വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് പ്രൈമറി ഡിസ്മെനോറിയ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇനി സെക്കൻഡറി ഡിസ്മെനോറിയാണ്. സെക്കൻഡറി ഡിസ്മെനോറിയയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡറി ഡിസ്മെനോറിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു. എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ ഫൈബ്രോയിഡ് യൂട്രസോ പെൽവിക് ഇൻഫെക്ഷൻസോ പോലെയുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തതിന് ശേഷം എന്താണോ അതിന് കാരണം, പലപ്പോഴും എൻഡോമെട്രിയോസിസിനൊക്കെ എഫക്റ്റീവായിട്ട് ആയുർവേദത്തിൽ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതേപോലെ എന്താണോ അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ഒരു വിദഗ്ധ ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോവുമായി വീണ്ടും